ഇരിമ്യാവ് 20 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഇരിമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമേരിന്റെ മകനും ഏഹോയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ ഫസ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരിമ്യ പ്രവാചകനെ അടിച്ചു. ഏഹോയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെനാമിൻ ഗോപുരത്തെങ്കിലെ ആമത്തിലിട്ടു. പിറ്റേന്നാൾ ഫസ്ഹൂർ ഇരിമ്യാവിനെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരിമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശുഹൂർ എന്നല്ല മാഹോർ മിസാബീബ് എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും, നിന്റെ കണ്ണ് അത് കാണും. എല്ലാ യഹൂദയും ഞാൻ ബാബേൽ രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. അവൻ അവരെ പിടിച്ചു ബാബേലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നു കളിയും. ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദാ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും. അവർ അവയെ കൊള്ളയിട്ട് ബാബേലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഫസ്ഹൂരെ, നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നീയും നിന്റെ വാചപ്രവചനം കേട്ട് നിന്റെ സകല സ്നേഹിതന്മാരും ബാബേലിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിന് ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിക്കാതെയായി. സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഭീഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പാൻ ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോട് തന്നെ നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നതിനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എന്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എന്റെ അമ്മ എന്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതുമായിരിക്കേണ്ടേന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായിക്കൊണ്ട് അവൻ യഹോവ അനുതപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെ പോലെയും ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ച സമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടേന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ.